നമ്മൾ ഇന്ന് ഇംഗ്ലീഷ് ഗ്രാമറിൻ്റെ രണ്ടാമത്തെ ലെസനാണ് തുടങ്ങുന്നത്. ശരിക്കും ആദ്യം മുതലുള്ളതാണ് ക്ലാസ് തുടങ്ങുന്നത്. ഇന്നലെ അത് നമ്മൾ ഒരു അഡ്വാൻസ് എന്ന രീതിയിലാണ് തുടങ്ങിയത്. ഇന്ന് നമ്മൾ ഒന്നാമത്തെ ചാപ്റ്റർ ആണ് തുടങ്ങുന്നത്. അപ്പോൾ ഒന്നാമത്തെ ചാപ്റ്ററിലെ 4 രീതിയിലുള്ള സെൻറ്റൻസുകളെ കുറിച്ചാണ് പറയുന്നത്. ഒന്ന് അസർട്ടീവ് സെൻറ്റൻസ് അഥവാ ഡിക്ലറേറ്റീവ് സെൻറ്റൻസ്, അതായത് പ്രസ്താവനാവാചകങ്ങൾ. 2 ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ്, ചോദ്യവാചകങ്ങൾ. 3 ഇമ്പരറ്റീവ് സെൻറ്റൻസ്, ആജ്ഞാവാചകങ്ങൾ. 4 എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ്, നമ്മൾ അത്ഭുതവാചകങ്ങൾ അഥവാ അതിശയവാചകങ്ങൾ എന്നുള്ളതാണ്. അത് അസർട്ടീവ് സെൻറ്റൻസിന് ഉദാഹരണം എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതായത് ഹംറ്റി ഡംറ്റി സാറ്റ് ഓൺ എ വാൾ, അത് പൊക്കം കുറഞ്ഞ ഒരാളെ കുറിച്ചാണ് പറയുന്നത്. ഹംറ്റി ഡംറ്റി സാറ്റ് ഓൺ എ വാൾ. അതുപോലെ തന്നെ ഇനി അതിൻ്റെ രണ്ടാമത്തെ സെൻറ്റൻസ് നമുക്ക് എടുക്കാം, ചോദ്യ രൂപത്തിലുള്ള വാചകം, ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ്. അതായത് വെയർ ഡു യു ലീവ്, വെയർ ഡു യു ലീവ്, നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്. അതുപോലെ തന്നെ വാട്ട് ഈസ് യുവർ നെയിം, നിങ്ങളുടെ പേരെന്താണ്. ഇതുപോലുള്ള വാചകങ്ങളെന്ന് പറയുന്നത് ചോദ്യവാചകങ്ങൾ അഥവാ ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയും. അതിന് ഒടുവിൽ ചോദ്യചിഹ്നം വരും. ഇനി മൂന്നാമതായിട്ട് നമുക്ക് പറയുന്നത് കമാൻഡ് അല്ലെങ്കിൽ റിക്വസ്റ്റ്, എക്സ്പ്രസ് കമാൻഡ് അല്ലെങ്കിൽ റിക്വസ്റ്റ് അഥവാ ആജ്ഞാവാചകങ്ങൾ അല്ലെങ്കിൽ അപേക്ഷാവാചകങ്ങൾ, ഇവയെല്ലാമാണ് പറയുന്നത്. സിറ്റ് ഡൗൺ, അത് ആജ്ഞാവാചകമാണ്. അതുപോലെ തന്നെ അത് പ്ലീസ് സിറ്റ് ഡൗൺ, നമ്മൾ പ്ലീസ് ചേർക്കുന്നു, ദയവായി ഇരിക്കുക, അത് അപേക്ഷാവാചകമാണ്. അതുപോലെ തന്നെ ഹാവ് മേഴ്സി അപ്പോൺ അസ്, ഞങ്ങളിൽ അല്പം ദയ കാണിക്കണേ, അത് ഇമ്പരറ്റീവ് സെൻറ്റൻസ് ആണ്. ഇമ്പരറ്റീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ആജ്ഞാവാചകങ്ങൾ അല്ലെങ്കിൽ അപേക്ഷാവാചകങ്ങളെയാണ് ഇമ്പരറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആണ്. എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് അത്ഭുതവാചകങ്ങൾ അല്ലെങ്കിൽ അതിശയവാചകങ്ങളെയാണ് പറയുന്നത്. അപ്പോൾ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് എന്ന് പറയുന്നത് വാട്ട് എ ബ്യൂട്ടിഫുൾ തിങ് ഇറ്റ് ഈസ്, ഇതെന്തൊരു മനോഹരമായിട്ടുള്ള ഇതാണ്, എത്ര മനോഹരമായിട്ടുള്ളതാണിത്. അതുപോലെ തന്നെ നമുക്ക് പറയാം, ഇത് സ്ട്രോങ് ഫീലിംഗ് ഉണ്ടാക്കുന്നതാണ്, അല്ലെങ്കിൽ അതിന് നമുക്ക് വളരെയധികം മാനസികമായിട്ടുള്ള ഒരു അത്ഭുതത്തെ കാണിക്കുന്നതാണ്. സ്ട്രോങ് ഫീലിംഗ്, വാട്ട് എ ബ്യൂട്ടിഫുൾ തിങ് ഇറ്റ് ഈസ്. അപ്പോൾ നമുക്കതിന് ആ ചോദ്യരൂപം പ്രസ്താവന, അതിന് എക്സ്ക്ലമേഷൻ മാർക്ക് കൊടുക്കണം. അത് ഒരു വരയും അതിൻ്റെ താഴെ ഒരു കുത്തും, അപ്പോൾ എക്സ്ക്ലമേഷൻ മാർക്കായി. ആ എക്സ്ക്ലമേഷൻ മാർക്ക് ചേഞ്ച് ഇൻ ടു എക്സ്ക്ലമേഷൻ മാർക്ക് എന്നും പറഞ്ഞ് ചിലപ്പോൾ PSC ചോദ്യത്തിന് വരാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വാട്ട് എ ബ്യൂട്ടിഫുൾ തിങ് ഇറ്റ് ഈസ്, വാട്ട് മാറ്റിട്ട് എന്താണ് ചേർത്താൽ മതി, ഇറ്റ് ഈസ് എ വെരി ബ്യൂട്ടിഫുൾ തിങ് എന്ന് പറയുമ്പോൾ അതിൻ്റെ എക്സ്ക്ലമേഷൻ മാറി അതിൻ്റെ ഉത്തരമായി. വാട്ട് എ മാൻ യു ആർ, നിങ്ങൾ എന്തൊരു മനുഷ്യനാണ്. യു ആർ എ ഗ്രേറ്റ് മാൻ, അതിൻ്റെ എക്സ്ക്ലമേഷൻ മാറി. അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങളാണ് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് പറയുന്നത് എന്താണ്? രണ്ടാമത്തെ ലെസനാണ് നമ്മൾ പറയുന്നത്, അഥവാ അതിൻ്റെ അടുത്ത ഭാഗം. ഒരു സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആ സെൻറ്റൻസിൽ എന്തെല്ലാം കാര്യങ്ങളാണ് അടങ്ങിയിരിക്കുന്നത്. ഒരു സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വിച്ച് ഗീവ്സ് കംപ്ലീറ്റ് മീനിങ്
പൂർണ്ണമായ അർത്ഥം തരുന്ന പദങ്ങളുടെ സമൂഹത്തിനെയാണ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. ആ സെൻറ്റൻസിൽ എന്തുണ്ടായിരിക്കണം? സബ്ജക്റ്റ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ പ്രെഡിക്കറ്റ് ഉണ്ടായിരിക്കണം. സബ്ജക്റ്റ് എന്നും പ്രെഡിക്കറ്റ് എന്നും അതിനെ രണ്ടായിട്ട് തരംതിരിക്കാം. പ്രെഡിക്കറ്റ് എന്ന് പറഞ്ഞാൽ ആഖ്യാതം. അപ്പം സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ അപ്പം അതിന് കർത്താവ് എന്നും പറയും. അപ്പോൾ പ്രെഡിക്കറ്റ് എന്നും സബ്ജക്റ്റ് എന്നും പ്രെഡിക്കറ്റ് എന്നുമുള്ള രണ്ട് ഭാഗങ്ങളാണ് ഒരു സെൻറ്റൻസിൽ വരുന്നത്. അതിന് ഉദാഹരണമായിട്ട്, അതായത് സബ്ജക്റ്റിൻ്റെ ആദ്യം വരുന്നത് ചിലപ്പോൾ, അപ്പോൾ there are two parts in the sentence, subject and predicate. സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വ്യക്തിയെയോ ഒരു സാധനത്തിനെയോ ഒരാളിനെയോ കുറിക്കുന്ന പേരായ ശബ്ദത്തിനെയാണ് സബ്ജക്റ്റ് എന്ന് പറയുന്നത്. പ്രെഡിക്കേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഇറ്റ് സേ അബൌട്ട് ദി സബ്ജക്റ്റ്. പ്രെഡിക്കേറ്റ് ഈസ് എ വേർഡ്സ് വിച്ച് സേ അബൌട്ട് ദി സബ്ജക്റ്റ്. സബ്ജക്റ്റിനെ കുറിച്ച് എന്താ പറയുന്നു, അതിനെയാണ് നമ്മൾ പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സബ്ജക്റ്റ് എന്നും പ്രെഡിക്കേറ്റ് എന്നും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കേണ്ടത് എന്താണ്? അടുത്തതായിട്ട് പ്രധാനമായിട്ടുള്ളത്, എന്നാൽ ഇമ്പരറ്റീവ് സെൻറ്റൻസിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? സബ്ജക്റ്റ് ഉണ്ടായിരിക്കുകയില്ല. ഇമ്പരറ്റീവ് സെൻറ്റൻസിന് സബ്ജക്റ്റ് ഉണ്ടായിരിക്കുകയില്ല. കാരണം എന്താണ്? സിറ്റ് ഡൗൺ, അതിൽ സബ്ജക്റ്റ് ഇല്ല. ഇവിടെ സബ്ജക്റ്റ് യു വരുന്നുണ്ട്, യു ഉണ്ട്, പക്ഷേ യു സിറ്റ് ഡൗൺ എന്നാണ് വരേണ്ടത്. പക്ഷേ നമ്മൾ പറഞ്ഞു വരുമ്പോൾ സിറ്റ് ഡൗൺ എന്നേ പറയുള്ളൂ. അപ്പോൾ യു എന്ന് പറയുന്ന സബ്ജക്റ്റ് അവിടെ ഇല്ല, വരുന്നില്ല, അത് സൈലൻ്റായി. താങ്ക് ഹിം, നന്ദി, അവന് നന്ദി. അപ്പോൾ നമ്മൾ അവിടെ എന്താണ്? യു താങ്ക് ഹിം എന്നാണ് പറയേണ്ടത്. അപ്പോൾ യു എന്ന് പറയുന്ന സബ്ജക്റ്റ് ഇവിടെ വരുന്നില്ല. അപ്പോൾ ഇമ്പരറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? അത് ആജ്ഞാവാചകങ്ങളാണ്. ആ ആജ്ഞാവാചകങ്ങൾ അല്ലെങ്കിൽ അപേക്ഷാവാചകങ്ങളാണ്. അതിൽ ചിലപ്പോൾ സബ്ജക്റ്റ് വരുന്നില്ല, അത് ഓർത്തുകൊള്ളുക. ഇനി നമുക്ക് അടുത്തത് പറയുന്നത് എന്താണ്? ഫ്രേസ് ആൻഡ് ക്ലോസ്. എന്താണ് ഫ്രേസ്? അത് ഫ്രേസ് എന്ന് പറയുന്നത് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ഈസ് കാൾഡ് ഫ്രേസ്. ഒരു കൂട്ടം പദങ്ങളുടെ സമൂഹമാണ്. ഇറ്റ് ഡസ് നോട്ട് ഗിവ് കംപ്ലീറ്റ് മീനിങ്. ഇത് പൂർണ്ണമായ അർത്ഥം തരാത്ത പദങ്ങളുടെ സമൂഹത്തിനെയാണ് ഫ്രേസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇൻ ദ ഈസ്റ്റ്, അതുപോലെ തന്നെ സാറ്റ് ഓൺ ദി വാൾ, ഇവയെല്ലാം എന്താണ്? ഫ്രേസുകളാണ്. അപ്പോൾ ദി സൺ റൈസസ് ഇൻ ദി ഈസ്റ്റ്, ദി സൺ എന്ന് പറയുന്നത് സബ്ജക്റ്റ്, റൈസസ് എന്ന് പറയുന്നത് വെർബ്, ഇൻ ദി ഈസ്റ്റ് ഫ്രേസാണ്. അപ്പോൾ അതുപോലെ ഹംറ്റി ഡംറ്റി സാറ്റ് ഓൺ എ വാൾ, അത് ആ സാറ്റ് ഓൺ എ വാൾ എന്ന് പറയുന്നത് എന്താണ്? അത് ഫ്രേസാണ്. ഇനി ഷോ ഹൗ ടു ഡു ഇറ്റ്, ഇത് എങ്ങനെയാണെന്ന് എന്നെ ഒന്ന് കാണിച്ചു തരിക. അതിലെന്താണ്? ഷോ ഹൗ ടു ഡു ഇറ്റ് എന്ന് പറയുന്നത് എന്താണ്? അത് ഫ്രേസാണ്. സബ്ജക്റ്റും പ്രെഡിക്കറ്റും ഉള്ള വാചകങ്ങളെയാണ് ഇനി ക്ലോസ് എന്ന് പറയുന്നത്. സബ്ജക്റ്റും കാണും, പ്രെഡിക്കറ്റും കാണും, അതിനെയാണ് ക്ലോസ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ഫ്രേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രേസ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വിച്ച് ഡസ് നോട്ട് ഗിവ് കംപ്ലീറ്റ് സെൻസ്, കംപ്ലീറ്റ് മീനിങ്. അത് പൂർണ്ണമായ അർത്ഥം തരാത്ത വാചകങ്ങളെ, ഒരു കൂട്ടം പദങ്ങളുടെ സമൂഹം, ഇതിനെയാണ് ഫ്രേസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ക്ലോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൽ സബ്ജക്റ്റും പ്രെഡിക്കറ്റും ഉണ്ടായിരിക്കും. താങ്ക് ദാറ്റ് യു ഹാവ് മേക്ക് മിസ്റ്റേക്ക്. അതായത് നിങ്ങൾ തിങ്ക് ദാറ്റ് യു ഹാവ് മേക്ക് മിസ്റ്റേക്ക്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക, നിങ്ങൾ ധാരാളം തെറ്റുകൾ വരുത്തിയിട്ടുണ്ട്. തിങ്ക് ദാറ്റ് യു ഹാവ് മേക്ക് മിസ്റ്റേക്ക്. അതിൽ യു ഹാവ് മേക്ക് മിസ്റ്റേക്ക് എന്ന് പറയുന്നത് പ്രെഡിക്കറ്റ്. അതുപോലെ തന്നെ യു ഹാവ് മേക്ക് മിസ്റ്റേക്ക്, അതുപോലെ തന്നെയുള്ള ആ ക്ലോസ് എന്ന് പറയാം. അപ്പോൾ രണ്ടും പ്രെഡിക്കറ്റും ഉണ്ട്,
അതുപോലെ തന്നെ സബ്ജക്റ്റുമുണ്ട്. ഐ എന്ന് പറയുന്നത് എന്താണ്? സബ്ജക്റ്റാണ്, ഞാൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ് നമ്മൾക്ക് അടുത്ത ദിവസം തുടങ്ങുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യണമെന്നും താല്പര്യപ്പെടുന്നു. എല്ലാവർക്കും എൻ്റെ ആശംസകൾ. താങ്ക് യു.